ഞാൻ ഒപ്പിടാം. ഒപ്പിടാം. അയ്യോ ഇതൊക്കെ അറിയണു. അതെ, രണ്ട് ഇമോഷൻസിന് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അത് പെട്ടുപോകും. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റണം എന്ന് ആഗ്രഹിച്ചൊരു വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിൽ അത് ദേഷ്യമാണ്. അമ്പെയ്തു ചത്തു. കാരണം ഇതിൽ കൂടുതൽ കണ്ടിരിക്കാനുള്ള ത്രാണി ഓഡിയൻസിൽ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ജോ ഷഹീദ് ഹുയേ ഹൈ ഉൻകേ സാരാ യാദ് കരോ കുർബാനി. നീല പൊങ്കലായേലാ ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്മേ ഇത് കേൾക്കുമ്പോഴല്ലോ ഭയങ്കര. 2 പ്രാവശ്യം പിച്ച് നടത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. 2 പ്രാവശ്യം എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെ കൈപിടിച്ച് നടത്തിച്ചത്. അപ്പം ആ കഷ്ടപ്പാടിനൊരു വാല്യൂ ഉണ്ടാവണമല്ലോ എപ്പോഴും. പറഞ്ഞു അച്ഛൻ തന്നെയാണ് ടോയ്ലറ്റിലൊക്കെ എടുത്തോണ്ട് പോകുന്നത്. അതെ അതെ, അച്ഛൻ തന്നെയാണ്. നിങ്ങൾ ശരിക്കും ബുദ്ധിജീവിയാ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം. ഈ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കപ്പും കൊണ്ട് വന്നേനല്ലേ. അതല്ലേ മനസ്സിലോർത്തത്. അല്ല, കപ്പിലേക്ക് എത്താൻ ഈ ബുദ്ധി ഉപയോഗിക്കാത്തത് എന്തേ? ബുദ്ധിയല്ല, കുബുദ്ധി കൂടുതൽ വേണ്ട ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് 63 ദിവസം നിൽക്കാനുള്ള കുബുദ്ധിയെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അവിടെ കുബുദ്ധിയും എടുത്തില്ല. അത് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുത്തു പോകും, രക്ഷപ്പെട്ട് കുറച്ചുകൂടി പോകാനും. നിങ്ങൾ അനുഭവിച്ച ഒരു സാധനം നമ്മൾ സ്റ്റോറി ആയിട്ട് കേൾക്കുമ്പോൾ ഈസിയാണ്. പക്ഷേ അതിൽ ഞാൻ കാലം ആലോചിക്കും. എത്രയോ കാലം എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര ടൈം എടുത്തിട്ടായിരിക്കും ഇത് മറികടക്കാന്ന് പറയുന്നത്. അത്രയും വരെ നമ്മൾ പിടിച്ചു നിൽക്കണ്ടേ? ധൈര്യം വേണ്ടേ? നമ്മൾ ഓടി നടന്ന ആൾക്കാരെ ആയിരിക്കില്ലേ അതുവരെ. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ധൈര്യം പോവാനായിട്ട് കുറേ ആളുകളുണ്ടാവും, കളയാനായിട്ട്. അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നത്. ഇവർ നമുക്ക് നല്ലൊരു നമ്മൾ പെട്ടെന്ന് വരണം എന്നല്ലെങ്കിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞാലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അല്ലേ എന്ന് മാറുമെന്ന് പറയുന്നത് നമ്മളവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു ഹോപ്പോ ഒരു ചിരിയോ വന്നാൽ അത് അപ്പോൾ തന്നെ മാഞ്ഞു പോകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്ന് എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് അങ്ങനെ നിൽക്കണ്ട. ആ സമയത്താണ് ഞാൻ എഴുതാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയ ഒരു ഘട്ടമാണ്. എനിക്ക് എക്സാം എഴുതാൻ പോകണം, എനിക്കിങ്ങനെ കിടക്കാൻ നേരമില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് സംസാരിക്കണം, എനിക്ക് പുറത്തേക്ക് വരണം, എനിക്ക് ഡാൻസ് ചെയ്യണം, എനിക്ക് അഭിനയിക്കണം, പാട്ട് പാടണം. ഇതൊക്കെ മനസ്സിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ബാക്കിയുള്ള കാലം അവിടെ കിടക്കാൻ പറ്റുന്നതെന്നുള്ളതായിരുന്നു എനിക്കത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. പിന്നെ നിന്നില്ല ഞാൻ. പിന്നെ പതിയെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. ആദ്യമൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല, പിന്നെ പ്രാക്ടീസ് ചെയ്തു. കുഞ്ഞിലെ എൻ്റെ അച്ഛന് 2 പ്രാവശ്യം എന്നെ പിച്ച നടത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ എപ്പോഴും കളിയാക്കും അച്ഛനെ. 2 പ്രാവശ്യം പിച്ച നടത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. 2 പ്രാവശ്യം എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെ കൈപിടിച്ച് നടത്തിച്ചത്. അപ്പം ആ കഷ്ടപ്പാടിനൊരു വാല്യൂ ഉണ്ടാവണമല്ലോ എപ്പോഴും. പറഞ്ഞു അച്ഛൻ തന്നെയാണ് ടോയ്ലറ്റിലൊക്കെ എടുത്തോണ്ട് പോകുന്നത്. അതെ അതെ, അച്ഛൻ തന്നെയായിരുന്നു. ആ കാലം കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ നല്ല കാലത്തിലാണ് നിൽക്കുന്നത്. ഫാമിലി എങ്ങനെയാണ്? അയ്യോ എന്തൊക്കെയാണ് അത് പറയും, സന്തോഷമുള്ള കാര്യങ്ങൾ പറയും. സന്തോഷമല്ല, അത് പരമാനന്ദമാണ്, അത് ഭാഗ്യമാണ്. എൻ്റെ സത്യം പറയാം, എൻ്റെ ഫാമിലി ശരിക്കും നമ്മൾ കഷ്ടപ്പെടുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു രത്നം കിട്ടാനാണെന്ന് പറയുന്ന പോലെ എൻ്റെ അവസ്ഥ അതാണ്. ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയും കിട്ടിയത്. അത്രയും നല്ല ഫാമിലിയാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സേഫാണ്. എൻ്റെ ഫാമിലി എന്ന് പറയാനൊരു ഫാമിലി ഉണ്ടാവുക, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഫൈനലി എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് 2 സഹോദരിമാർ, അവരുടെ ഫാമിലി. എനിക്കൊരു വലിയൊരു ഫാമിലി കിട്ടി. എനിക്കൊരു ജോയിൻറ്റ് ഫാമിലിയാണ് വിത്ത് എൻ്റെ അമ്മയും. അപ്പോൾ ആ ഫാമിലിയാണ് എൻ്റെ സപ്പോർട്ട്. ആ ഫാമിലിയാണ് എന്നെ ഫിലിമിലേക്ക് വരാനായിട്ടും ഏറ്റവും കൂടുതൽ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുങ്ങാൻ മറന്നുപോയ ഒരാളാണ് ഞാൻ, നേരാമണം ഡ്രസ്സ് ചെയ്യാത്ത ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്നത്. ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇട്ടില്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി മാറ്റി ഇടിയിപ്പിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടുന്നത് വരെ എന്നെ ഇട്ട് ഓടിക്കുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡാണ്. അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ വളരെ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ടീവാണ്. ബിഗ് ബോസിൽ പോകാനായിട്ടുള്ള പ്രചോദനം എൻ്റെ ഫാമിലി തന്നെയാണ്. എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയത്? ബിഗ് ബോസ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും, ആസ് പേഴ്സണലിയും അതല്ലാതെ പ്രൊഫഷണലിയും. അതിൽ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് പേഴ്സണലി എനിക്ക്
ഞാനൊരു സർവൈവറാണ്. ഞാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനൊരു സർവൈവറാണ്. ഒരുപാട് സർവൈവേഴ്സിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ഇനിയും സർവൈവ് ചെയ്ത് ഇതിലും വലിയ കഷ്ടതകൾ താണ്ടി വരുന്ന ആളുകളുണ്ടാവും. പക്ഷേ എൻ്റെ സർവൈവൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നിൽ എത്രത്തോളം ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് സത്യത്തിൽ വഴക്കിടാനോ ബഹളം വയ്ക്കാനും അല്ലെങ്കിൽ നമ്മൾ കുറേ ഗെയിമിൻ്റെ സ്ട്രാറ്റജീസുകൾ കളിക്കാൻ മാത്രമുള്ളതല്ല. നമ്മളെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കൂടെ ഉള്ളൊരു സ്പേസാണ്. നമ്മളിൽ എന്തൊക്കെയുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനും ഉള്ളൊരു സ്പേസാണ്. വ്യക്തിഗതമായിട്ടുള്ളൊരു സ്പേസാണ്. അവിടെ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാം. നമ്മുടെ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എത്ര ലെവലുണ്ട്, ആ ഇൻ്റലിജൻസ് കോഷ്യൻറ്റിൻ്റെ എത്രത്തോളം നമുക്ക് പവറായിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സ് എത്തുന്നിടത്ത് നമ്മുടെ ശരീരം ടാസ്കുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, നമുക്ക് എത്രത്തോളം ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലും ആഗ്രഹിക്കുന്ന ഒരു ലെവലും മാച്ചാണോ, ഞാൻ അതൊക്കെയാണ് ചിന്തിച്ചു പോയത്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ശരിക്കും ബുദ്ധിജീവിയാണ്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം. ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. അല്ല, ഭയങ്കര ബുദ്ധിപരമായി സംസാരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഈ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കപ്പും കൊണ്ട് വന്നേനല്ലേ, അതല്ലേ മനസ്സിൽ ഓർത്തത്. അല്ല, കപ്പിലേക്ക് എത്താൻ ഈ ബുദ്ധി ഉപയോഗിക്കാത്തത് എന്തേ? ഞാൻ ഒരിക്കലും ബിഗ് ബോസിന്റെ ഒരു കപ്പ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ലാൽ സാറ് ചോദിച്ചു 100 ദിവസം നിൽക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ അപ്പോഴും പറഞ്ഞത്. കാരണം അവിടെ ഉള്ള ഈ 63 ദിവസം നിന്നത് തന്നെ എനിക്ക് അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർവൈവൽ തന്നെ ആയിരുന്നു അവിടെ നിൽക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഹോസ്റ്റലിൽ പോയി നിന്നിട്ടുള്ളൊരു വ്യക്തിയല്ല. ഞാനൊരു വീട് വിട്ട് ഇത്രയും ഒന്നും മാറി നിന്നിട്ടുള്ള നമ്മുടെ ഒരു ഫാമിലിയുടെ കൂടെ അല്ലാണ്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്ന് നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. എൻ്റെ SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സ്ട്രാറ്റജീസ് മെനയാൻ നമുക്ക് ബുദ്ധി കൂടുതൽ വേണ്ട ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ദിവസം നിൽക്കാനുള്ള കുബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അവിടെ കുബുദ്ധിയും എടുത്തില്ല. അത് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുത്തു പോകും, രക്ഷപ്പെട്ട് കുറച്ചുകൂടി പോയേനെ. പക്ഷേ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താമെന്ന് പറയുന്നുള്ളൂ. എനിക്കറിയാമായിരുന്നു ഞാൻ ഇത്രയും എനിക്കൊക്കെയാണ്. കാരണം ഞാൻ എന്തൊക്കെയോ കുറച്ചെങ്കിലും എനിക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റി. നേരത്തെ എന്നോട് പറഞ്ഞ പോലെ ഞാൻ കരയിച്ചു എന്ന് പറഞ്ഞാൽ അത് ആസ് ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ എൻ്റെ പേരാർക്കും അറിയില്ലായിരുന്നു. ശ്രീരേഖ എന്ന വ്യക്തിയെ അറിയില്ലായിരുന്നു. ശ്രീരേഖ എന്ന വ്യക്തിയെ എൻ്റെ പേരിപ്പോൾ ഒരുമാതിരി ആളുകൾക്ക് മനസ്സിലായി. ബിഗ് ബോസിൽ പോയ ശ്രീരേഖ. എനിക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ കാര്യമാണ്. ആസ് എ ഗെയിമർ മേ ബി ഞാനത് അത്രയ്ക്ക് എക്സ്പെക്റ്റേഷൻസിൻ്റെ അത്രയും വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഓരോ ഗെയിമിലും എനിക്ക് കൊടുക്കാവുന്നൊരു പോർഷൻസ് ഉണ്ട്, അത്രയും എനിക്ക് ഇടാവുന്നൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്ക് എഫേർട്ട് ഇടാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഡും 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 മ്യൂസിക് ഇടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അധികം ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ്. അതെന്താ അത്രയും കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കുകയാണോ, അതേ ഇങ്ങനെ തന്നെ സ്വഭാവമുള്ളൂ, ട്രിഗർ ചെയ്താൽ ട്രിഗർ ആവില്ലേ? കരയണത് ഇമോഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ദേഷ്യപ്പെടുക ഇല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ഏരിയാസിൽ വളരെ പുറകിലായിരുന്നു. ഞാൻ ദേഷ്യപ്പെടുന്ന ഘട്ടങ്ങൾ മാക്സിമം ഒഴിവാക്കി. എനിക്ക് നല്ല ദേഷ്യമുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റണം എന്ന് ആഗ്രഹിച്ചൊരു വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിൽ അത് ദേഷ്യമാണ്. അപ്പോൾ എന്നെ ട്രിഗർ ചെയ്യാൻ പോകുന്ന ദേഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ഞാൻ മാറും. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നത് ഒരു വലിയ ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ടാസ്ക് ഞാൻ ചെയ്തു. എന്നെ മാറ്റിയെടുത്ത് എനിക്കൊരു ബെറ്റർ പേഴ്സണായിട്ട് നിൽക്കാൻ പറ്റും. എന്നെ ഒരാൾക്ക് ട്രിഗർ ചെയ്യാൻ പറ്റിയാൽ അവർക്ക് എന്നെ മനസ്സിലായി. നെക്സ്റ്റ് ടൈം അവരെന്നെ ട്രിഗർ ചെയ്താൽ ഞാൻ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. അപ്പോൾ അവർക്കൊരു ചാൻസ് കൊടുക്കാതിരിക്കാനല്ലേ ആസ് എ ഗെയിമർ ഞാൻ നോക്കുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, ഞാൻ ട്രിഗർ ആയില്ല. പിന്നെ അവർ വഴക്കിടുമ്പോൾ ഒരു കാരണം അറിയാതെ ഞാൻ അകത്ത് ചെന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും, ഈ വ്യക്തി ഒരു കാരണവും ഇല്ലാണ്ട് എല്ലാ വഴക്കിലും ചെന്ന് ഇടപെടുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അവിടെയും എന്നെ അവർ മനസ്സിലാക്കും. ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് പോകുന്നത്? അവിടെ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി, പൊതുജനങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് ആരും പറയുന്നില്ല, പക്ഷെ പറയാനുള്ള ധൈര്യവും വോയിസും എനിക്കുണ്ടെങ്കിൽ മാത്രം ഞാൻ പ്രതികരിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ അവിടെ മിണ്ടാണ്ടിരിക്കുന്നതാണ് എനിക്ക് സേഫ്. അത് സേഫും അല്ല, അതാണ് നല്ലത്. കാരണം അവിടെ പല വഴക്കുകൾക്കും കാരണമുണ്ടായിട്ടുള്ള വഴക്കുകളാണോ എന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ വഴക്കുകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ വഴക്കുകൾ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്.
ആ സമയത്തൊക്കെ നമുക്ക് കാരണം അറിയില്ലെങ്കിൽ നമ്മളവിടെ നിശബ്ദമായിട്ടിരിക്കുകയാണ് ഏറ്റവും നല്ല ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പക്ഷേ ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പേഴ്സണലി ഓരോ വഴക്കുകളെക്കുറിച്ചും എന്തുകൊണ്ടാണ് നിങ്ങൾ വഴക്കിട്ടതെന്നും എന്തുകൊണ്ടാണ് ചിലപ്പോൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം, എന്തിനാണ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചതെന്നും ചോദിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേഴ്സണലി സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്, തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പലതിൻ്റെയും കാരണങ്ങൾ ചിലപ്പോൾ ജെന്യൂനായിട്ടുള്ളൊരു കാരണങ്ങളായിരിക്കില്ല. എന്തെങ്കിലും പറയണ്ടേ, അല്ലെങ്കിൽ ഗെയിം ഇതല്ലേ, കൊടുക്കട്ടെ കിടക്കട്ടെ എന്നൊക്കെ അവരുടെ മറുപടി കേൾക്കുമ്പോൾ നന്നായി നമ്മൾ ഇടപെടാതിരുന്നതെന്നും തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല ശ്രീരേഖയ്ക്ക്, ചീത്ത വാക്കുകളൊന്നും വരില്ല. ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട്. ഇപ്പം അതൊന്നും ഇല്ല, അവിടെ ആവശ്യമില്ല. ചീത്ത വാക്കുകൾ പറയുക, അവിടെ ചീത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ ചീത്ത വാക്കുകൾ പറയുന്നത് കൊണ്ട് നമ്മളൊരു ആളുകൾക്ക് എന്താണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മളെ കണ്ടു പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കുഞ്ഞു കുട്ടികൾ വരെ ഇതിൻ്റെ ഫാൻസാണ്. അപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ വരെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് ദേ നോക്കിയേ ബിഗ് ബോസിലുള്ള ചേച്ചിയല്ലേ എന്ന് അവരുടെ അമ്മമാർ പറയുമ്പോൾ അവർ നമ്മളെ നോക്കുമ്പോൾ ആന്ന് പറയുമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സന്ദേശം കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ഒരു സന്ദേശമാണെങ്കിൽ അതുകൊണ്ട് അവർക്കെങ്കിലും ഗുണമുണ്ടാവും. നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ വഴക്കുണ്ടാക്കാം എന്നല്ല, എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കാം എന്നുള്ളതാണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ കൺട്രോൾ ചെയ്തത്. പക്ഷേ എനിക്ക് കുറേയൊക്കെ ദേഷ്യം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടുള്ള, ഭയങ്കര ബുദ്ധിപരമായി ആലോചിച്ചിട്ടുള്ള ഒഴുക്കുള്ള സംസാരം ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണോ? നാച്ചുറലി വന്നു പോകുന്നതാണ്. എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടില്ല. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടുള്ള ഒരാളല്ല, അങ്ങനെ വന്നു പോകുന്നതാണ്. പക്ഷെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളതുപോലെ തോന്നണം. അതാണ് എൻ്റെ വിജയം. ഞാൻ എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് നമ്മളെ മനസ്സിലായി കഴിഞ്ഞാൽ ലൈഫിലെ എല്ലാ ഇൻട്രസ്റ്റും തീർന്നില്ലേ. കുറച്ചൊക്കെ കിടക്കട്ടെ ഒരു മിസ്റ്ററി, അതിലല്ലേ ഒരു കാര്യം. ഇനി എനിക്കൊരു പെർഫോമൻസ് കാണണം, എന്തെങ്കിലും ഒരു കുഞ്ഞു പെർഫോമൻസ്. ഹെഡ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ദയവ് ചെയ്ത് ക്യാമറകൾ എൻ്റെ ഹെഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ കൊറിയൻ ആരാധകനായിട്ടുള്ള, അതായത് ആ ടാസ്കിൽ ചെയ്തത് ഉത്കണ്ഠാകുലൻ പിള്ള എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൊറിയൻ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഋഷ്യശൃംഗ്. അപ്പോൾ ഋഷ്യശൃംഗ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ കൊറിയൻ ഡ്രാമകളുടെ ആരാധകനാണ്. അയാൾക്ക് കൊറിയൻ ട്യൂണേ വരുള്ളൂ. ഏത് പെർഫോമൻസ് ചെയ്താലും കൊറിയൻ ട്യൂണിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ തല പ്രത്യേകം മുദ്ര ശ്രദ്ധിക്കണം. തലയും കണ്ണും മുഖവും ആയിരിക്കും ചെയ്യുന്നത്. അമ്പെയ്തു ചത്തു. കാരണം ഇതിൽ കൂടുതൽ കണ്ടിരിക്കാനുള്ളതാണ് ഈ ഓഡിയൻസിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന് 25 പോയിന്റുള്ള ഒരു കോയിൻ ഞാൻ വാങ്ങിച്ചു. അത് അടിപൊളിയല്ലേ. അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 സിംഗേഴ്സാണ്. ലതാ മങ്കേഷ്കർ ഉണ്ട്, പിന്നെ ശുഭയുണ്ട്, എസ് ജാനകി മാമുണ്ട്. അപ്പോൾ അതിൽ ലതാ മങ്കേഷ്കറിൻ്റെ ഹിന്ദി സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹേ മേരെ വതൻ കേ ലോഗോ ജറാ ആँख में भर लो पानी जो शहीद हुए हैं उनके सारा याद करो कुर्बानी. ഇമിറ്റേറ്റിംഗ് ആണ്, അടിപൊളി, വേറെ ലെവൽ. ഇനി ശുഭ നീല പൊങ്കലായേല പാടും നീ മഴക്കോള് കണ്ടാൽ തുടിക്കുമീ നാട്ടിൻ തുടിത്താളം കേക്കാലോ നീല പൊങ്കലായേല പാടും നീ ഓ. ജാനകിയമ്മ. ആഹാ. ജാനകിയമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സോങ്
ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. അയ്യോ, നിർത്തിക്കളഞ്ഞു. നിർത്തിക്കളഞ്ഞു. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ടെഴുതും. ഭയങ്കര രസമാണ്. നമ്മൾ ആദ്യം കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ, ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറല്ലേ. ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ തുമ്പി വാ തുമ്പക്കുടത്തിലില്ലേ, അതിന്റെ മറ്റേ സാധനമില്ലേ, പറഞ്ഞു അത് പോർട്ടത് എനിക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവസാനം എന്താന്നറിയോ, ഒരു രസമുള്ള ചിരിയുണ്ട്. എന്നിട്ട് അവസാനം ഇത് കേൾക്കുമ്പോഴല്ലോ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഇനി നല്ലൊരു പെർഫോമൻസ് വേണം. അത് കണ്ട് ലഹരി പിടിച്ചുകൊണ്ട് എന്റെ 64 ഡേയ്സിൽ അഭിനയം കണ്ട് ലഹരി പിടിച്ചതല്ലല്ലോ. അതിൽ അഭിനയിക്കാൻ സമയം കിട്ടില്ല. സത്യത്തില് എല്ലാവരും വിചാരിച്ചത് അതാണ് അഭിനയം എന്നുള്ളതാണ്. പക്ഷെ അതാണ് അഭിനയം എന്ന് ആൾക്കാർക്ക് മനസ്സിലായെങ്കിൽ അതൊരു നല്ല അഭിനയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ ഹാവ് ഫെയിൽഡ് ഇൻ ആക്ടിങ്. അവിടെ അഭിനയിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഫോണാണ് കയ്യിൽ. അപ്പോൾ മക്കളെയും കൊണ്ടുവരോ? അല്ല, ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഡോക്ടറോട് സംസാരിച്ചില്ലേ? ഡോക്ടർ എന്താ പറഞ്ഞേ? അങ്ങനെയാണോ പിള്ളേർ കരുതന്നെ? ഞാൻ ഒപ്പിടാം. ഇല്ല, ഇപ്പോഴും ചില സമയങ്ങളിൽ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ ഡോക്ടർ സംശയവും പറഞ്ഞു എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ലെന്നാ. ശരി, അവരുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റുമോ? അവനോട് പറയണം, പേടിക്കണ്ടെന്ന് പറയണം. അമ്മ ദൂരെ എവിടെയോ പോയിക്കാന്ന് പറഞ്ഞു, ഇനി വരില്ല എന്ന് പറഞ്ഞു. താങ്ക് യു. അടിപൊളിയറിയാം. നിങ്ങൾ ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട് കാണിക്കുന്നൊരു പുച്ഛയില്ലേ, അതായത് രണ്ടും കൂടെ ചേർന്നിട്ട് ദേഷ്യവും സാധനമില്ലേ, അത് കറക്റ്റായിട്ട് അവിടെ വരുന്നുണ്ട്. നിങ്ങളൊരു സൈഡ് മറച്ചു വെച്ചിട്ട് പോലും നമുക്കത് കൃത്യമായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് ശരിക്കും ഒരു ആക്ടർക്ക് ഉള്ള ഒരു തലച്ചോറ്. അടിപൊളി. അതെ, രണ്ട് ഇമോഷൻസിന് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അത് പെട്ടുപോകും. നമ്മളിത് ആക്ടിങ് ആണെന്ന് അറിയുമ്പോഴും നമ്മൾ ആ സിറ്റുവേഷൻസിനെ ആണല്ലോ ഫേസ് ചെയ്യുക. കഥ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഹോൾ കഥ കിട്ടും. എവിടുന്ന് നമ്മൾ ബിറ്റാണ് കാണുന്നത്, പക്ഷെ അത് കാണുമ്പോഴും നമുക്ക് മൊത്തം കിട്ടും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായപ്പോൾ അയ്യോ അത് വന്നല്ലോ എന്ന് വിചാരിക്കും. അത് വേറെ സാധനമാണ്. അടിപൊളി കേട്ടോ. രാജേട്ടാ, ഞാൻ ശരിക്കും ഒരു അധോലോകമായി മാറിക്കഴിഞ്ഞു. ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുമ്പോൾ ഇനി ഫൈനൽ 5 ആണ് നമ്മുടെയൊക്കെ ഒരു മനസ്സിനകത്തുള്ള ആരൊക്കെ വരണം എന്നൊക്കെയുള്ളൊരു മനസ്സിനകത്തൊരു ആഗ്രഹം ഉണ്ടാവും. എൻ്റെ മനസ്സിലും ചില ആഗ്രഹങ്ങളില്ല, പക്ഷേ ചില പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ശ്രീരേഖയുടെ മനസ്സിൽ ആരൊക്കെയാണ് ഫൈനൽ 5ലേക്ക് വരാൻ സാധ്യതയുള്ളത്? അത് ഇനിയും ഉള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 36 ദിവസം അല്ലെങ്കിൽ 34 ദിവസം ഇനി കിടക്കുകയാണ്. ഒരു മാസം കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയത്തിനിടയിൽ ഇനി എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ജാസ്മിൻ, ജിൻറ്റോ, സായി, മേ ബി അൻസിബ, മേ ബി ഉറപ്പില്ല, പിന്നെ സിജു. ഇതായിരിക്കണം. അൻസിബയ്ക്ക് പകരം ചിലപ്പം വേറൊരാൾ അപ്സരയോ ആരെങ്കിലും വരാം. പക്ഷേ
ഈ പറയുന്ന ടൈമിനിടയിലൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ആദ്യത്തെ 3 പേര് കൺഫേംഡ് ആണ്. അൻസിബയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം, അൻസിബ ശരിക്കും അപ്സരയെ നോറ ഇഷ്യൂ, അതായത് ജാസ്മിനുമായിട്ടുള്ള തല്ല് നടക്കുന്ന സമയത്ത് ഇയാൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അപ്സര മാറ്റി നിർത്തുന്നുണ്ട് അൻസിബ. ആ സമയത്ത് എന്തുകൊണ്ടാണത് മാറ്റി നിർത്തിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അപ്സര ആശ്വസിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു പക്ഷേ ഇനിയിപ്പോൾ അയാൾ സ്വസ്ഥമായിക്കോട്ടെ റസ്മിൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം പറഞ്ഞത്. എങ്ങനെയാണ് ശ്രീരേഖ ആ സീനിനെ മനസ്സിലാക്കണേ? അതൊരു ഗെയിമുണ്ടോ? അൻസിബയുടെ ഒരു ഗെയിം അതിനകത്തുണ്ടോ? ഞാൻ അതിലെനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കണം. കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചത് നേരെ മറിച്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, റസ്മിനെ എന്തോ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് വിചാരിച്ചത്. കാരണം അവിടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാം. ഒന്നാമത് റസ്മിൻ പവർ റൂമിലായിരുന്നു. പവർ റൂമിലൊരു മെമ്പറാണ്. അപ്പോൾ പവർ റൂമിലൊരു മെമ്പറിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കം വരും എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ആരുടെ മനസ്സിൽ പോകുന്നില്ല. സെക്കൻഡ്, ജാസ്മിൻ ഒരു റോബോട്ടാണ്. റോബോട്ടിന് എന്തും ചെയ്യാം. പ്രത്യേകിച്ച് ആ റോബോട്ടിൻ്റെ ചിപ്പ് മാറ്റിയ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ റോബോട്ടിനെ എങ്ങനെ വേണമെങ്കിലും ആക്ട് ചെയ്യാം. ജാസ്മിന് അത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എങ്ങനെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. റോബോട്ടിനെ എന്ത് തല്ലി തകർക്കാം, എന്തും നശിപ്പിക്കാം, എവിടെയും കയറി ചെല്ലാം. കാരണം പറയാമല്ലോ, റോബോട്ടിൻ്റെ ചിപ്പ് പുറത്ത് ഇപ്പോൾ അപ്സരയുടെ ടീം തന്നെ വന്ന് മാറ്റി. അപ്പോൾ ആ മാറ്റിയ സാഹചര്യത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്താലും നമുക്കവിടെ ചോദിക്കാൻ പറ്റില്ല. കാരണം പിന്നെ ഇതൊരു മാൽ ഫങ്ഷൻ ആയിട്ടുള്ള ഒരു റോബോട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. മേ ബി അത് തന്നെയാണ് അപ്സരയും പറഞ്ഞത്. അപ്സര ആദ്യം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും അതാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി അപ്സരയും വിചാരിച്ചത് റസ്മിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറ്റി എന്നാണ് വിചാരിച്ചിട്ടാണ് റസ്മിനെ ആശ്വസിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ അവിടെ ഒരു തട്ടിക്കയറൽ അവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒന്ന് സ്റ്റണ്ടായി. എന്താണെന്നുള്ള സിറ്റുവേഷൻ മനസ്സിലായില്ല. അത് ഒരുപക്ഷെ മാറ്റി നിർത്തിയതാവാം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളോ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളോ ഫസ്റ്റ് ഓഫ് ഓൾ ആരും പറയില്ല. അവിടുന്ന് ആരും ഓപ്പണായിട്ട് പറയാറുമില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസിൽ നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. നമ്മൾ ചോദിച്ചാലും ചിലപ്പോൾ പറയണം എന്ന് നിർബന്ധമില്ല. ഞാൻ ജാസ്മിനോടും ചോദിച്ചിരുന്നു, ജാസ്മിൻ എന്താണ് അവിടെ നടന്നത്. അതിനുശേഷം ഞാൻ അപ്സരയോടും ചോദിച്ചു, അപ്സര അവിടെ എന്താണ് ഒച്ച ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഡേയിൽ അപ്സര പറഞ്ഞില്ല. സെക്കൻഡ് ഡേ ആയപ്പോഴാണ് അപ്സര പറയുന്നത്, ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കത് പക്ഷേ ഓക്വേർഡായിട്ട് തോന്നി, എനിക്കത് എന്തോ വിയേർഡായിട്ട് തോന്നി, എന്നെ ഹേർട്ട് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ മേ ബി ചിലപ്പം പുള്ളിക്കാരി ഹേർട്ട് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റസ്മിന് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണം തോന്നിയത് കൊണ്ട് മാറ്റി നിർത്തിയതായിരിക്കാം എന്ന് പറഞ്ഞു. അതോടുകൂടി അങ്ങനെ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. മേ ബി അതാവാം. ആദ്യഘട്ടത്തിൽ അർജുനെ പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നു ശ്രീരേഖ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേഷൻ കൊടുക്കുന്ന ഒരു വഴിയിൽ വരെ എത്തി. എന്തുകൊണ്ടാണ് അർജുനെ തള്ളിക്കളഞ്ഞത്? പിന്നെ അർജുൻ്റെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അർജുനെ തള്ളിക്കളഞ്ഞിട്ടില്ല കേട്ടോ. അർജുനെ ഫസ്റ്റ് ഞാൻ ഗെയിമിൽ കാണുമ്പോൾ അർജുൻ ഈ പറയുന്നത് പോലെ ഇൻഡിവിജ്വൽ ഒരു പ്ലെയർ ആയിരുന്നു. ഫസ്റ്റ് ഗെയിമിൽ ഞാൻ അർജുന് ഹെൽപ്പ് ചെയ്തതും അർജുന ക്യാപ്റ്റൻസിയിലേക്ക് വന്ന സമയത്ത് അർജുൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമെന്നും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്നും അർജുൻ പ്രൂവ് ചെയ്തിരുന്നു. പോകെ പക്ഷേ അർജുൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ പോലെ, ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ ഞാൻ ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ മാറി നിന്ന പോലെ അർജുൻ്റെ ഭാഗത്തു നിന്ന് തീരെയും ചില കാര്യങ്ങൾക്ക് പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അർജുന് നേരെ വരുന്ന കാര്യങ്ങൾ, അർജുൻ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മേ ബി അതിനപ്പുറം എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്ന സ്ഥലത്ത് അർജുൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. സോ അർജുൻ ഡൗൺ ആയിരുന്നു. ഞാനിത് അർജുനോട് പലപ്പോഴും നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, അർജുൻ നീ ഡൗൺ ആവുന്നുണ്ട്. അപ്പം ഒരു പേഴ്സണലി ഇപ്പോൾ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിസം അവിടെ ഓൾറെഡി ഉണ്ട്. പല ഗ്രൂപ്പുകളിൽ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് സിങ്കായി ഒന്ന് ജെല്ലായി വരുന്നതിന് മുമ്പ് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകും. അതാണ് ആ ഗെയിമിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ മറ്റൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരിക. ഇവരെയാണ് നമ്മൾ പിന്നീട് എതിരാളികളായി കാണിക്കേണ്ടത്. അപ്പോൾ അതും ഒരു പേഴ്സണൽ സമ്മർദ്ദങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലൊരു പേഴ്സണലി അയ്യോ നമ്മുടെ ഫ്രണ്ടായിട്ടിരുന്ന ഒരാൾ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ പോർഷനായിട്ടിരുന്ന ഒരാളെയാണല്ലോ നാളെ തള്ളി പറയുന്നത്. അതെല്ലാവർക്കും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരിലും നെഗറ്റീവായിട്ടും ഗെയിമിനെ ബാധിക്കുന്ന രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്, സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരിലും. അപ്പോൾ മേ ബി അതായിരിക്കാം അർജുനും പറ്റിപ്പോയത്. അപ്പോൾ അർജുൻ
ഒന്ന് വീക്കായി എന്ന് തോന്നിയ സമയത്താണ് ഞാൻ അർജുനെ നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം അത് പൊതുവേ ഒരു അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു. അർജുൻ ഫസ്റ്റ് വീക്കുകളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ക്യാപ്റ്റൻസി എത്തി, അത് കഴിഞ്ഞ് പവർ റൂമിലെത്തി. പിന്നീട് ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അർജുന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് അവിടെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അർജുനെ നോമിനേറ്റ് ചെയ്തത്. പക്ഷേ തള്ളി കളഞ്ഞിട്ടില്ല. അർജുനിലൊരു എപ്പോഴും ഒരു ഫയറുണ്ട്, അത് എല്ലാവരിലും ഉണ്ട്. ചില സമയത്ത് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വരില്ലേ. പിന്നീട് അർജുൻ്റെയും ഈ പറയുന്ന ശ്രീധുവിൻ്റെയും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആ പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ അവർക്കിടയിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ശ്രീധു തന്നെ പലപ്പോഴും റിവീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ശ്രീധു പറഞ്ഞിട്ടുള്ളതും അത് മറ്റൊരു ലെവലിലേക്ക് കാണാൻ ശ്രീധുവിന് താല്പര്യമില്ല എന്ന് ശ്രീധു പലരോടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ശ്രീധുവിനോട് പേഴ്സണലി ആ കാര്യം, ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. അത് ശ്രീധുവിൻ്റെ പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ പലരോടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ഫ്രണ്ട്ഷിപ്പാണ്, അതിനങ്ങനെ എടുത്താൽ മതി, അതിനപ്പുറത്തേക്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ശ്രീധു പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ അതൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ഒരു പേഴ്സണൽ കംഫർട്ട് സ്പേസ് മിക്കവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ട് സ്പേസ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് അതിനെ എടുത്തിട്ടുള്ളത്. ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് എന്താ പറയുക? ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 6 ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകൾ സബുചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ലാൽ സാറും പലപ്പോഴും എപ്പിസോഡിൽ വരുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പുറത്ത് എന്താ നടക്കുന്നത്, നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വാക്കുകൾ. സാറ് പറയുമ്പോൾ നമ്മൾ ഊഹിച്ചെടുക്കുന്നതാണ്, പുറത്ത് ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം. അപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് വിവാദം റോക്കി സിജോ അടിയാണ്. ഒരു ബിഗ് ബോസ് സീസണിലും അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് മറ്റൊരു കണ്ടസ്റ്റൻ്റിനെ ആക്രമിച്ച് വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലൈവായിട്ട് ഒരു പ്രതിയോഗിയെ ആക്രമിക്കുന്നതും കാണുന്നത്. സ്റ്റിൽ ഹീ ഈസ് സഫറിങ്. സിജോയ്ക്ക് ഇപ്പോഴും ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എനിക്കൊന്ന് ഈ ദിവസങ്ങളിലും സിജോ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ കാണുമ്പോൾ സിജോയ്ക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പഴുപ്പ് വന്ന് നിറയുമായിരുന്നു. സിജോയ്ക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സിജോയ്ക്ക് ഹി വാസ് വെരി വീക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി. അപ്പം അതായിരുന്നു ഫസ്റ്റ് കോൺട്രവേഴ്സി. സെക്കൻഡ് കോൺട്രവേഴ്സി പറയുന്നത് ഗബ്രി ജാസ്മിൻ ഇഷ്യൂ. ഇതിൽ ഞാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ ചിന്തിച്ചത് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. അത് എൻ്റെ ഗെയിമിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിനെയോ എൻ്റെ സ്പേസിനെയോ ഇൻവേഡ് ചെയ്യാത്തിടത്തോളം എനിക്കതിലേക്ക് കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്പേസ് ഇട്ട് മാറി നിന്ന് നിൽക്കുകയായിരുന്നു ചെയ്തത്. അതൊരു വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഉപയോഗിക്കുന്ന ഭാഷകൾ, ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, വേർഡ്സ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അവിടെ സംസാരിച്ചിട്ടുമുണ്ട്. അത്തരം വേർഡ്സോ അത്തരം ഭാഷകളോ ഒഴിവാക്കി സംസാരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട് നിഷാന അവിടെ നിന്ന് ഓൾറെഡി എലിമിനേറ്റ് ആയ ആളാണ്. അപ്പോൾ നിഷാന എന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ചേച്ചി പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുന്നുണ്ടോ, ഭയങ്കര ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ബിഗ് ബോസിനെ കുറിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടില്ല, ഞാൻ എന്താണ് ബിഗ് ബോസിലെ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഞാൻ രണ്ട് ഷോർട്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ നല്ല എൻ്റെ എൻട്രി എപ്പിസോഡിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ കണ്ടു. ഞാനിങ്ങനെ ഭയങ്കര സ്റ്റൈലിൽ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഒഴിച്ച് കാണിച്ച് കയറിപ്പോകുന്നതും. രണ്ടാമത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു 2 പോർഷൻസ് ഇനി വേണം എനിക്കിരുന്ന് കാണാൻ. പക്ഷേ ഞാൻ കണ്ട ബിഗ് ബോസിൽ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ഇടപെടലുകൾ വളരെ വളരെ കുറവായിരുന്നു. പക്ഷേ ഗെയിമിൽ ബിഗ് ബോസിൻ്റെ ഇടപെടലുകൾ കൂടുതലായിരുന്നു. വ്യക്തികളെ നിയന്ത്രിക്കുന്നത് കൃത്യമായിട്ട് നിയന്ത്രിച്ചിരുന്നു. ഇപ്പം സിജോയുടെയൊക്കെ പ്രശ്നം വരുന്നതിന് മുൻപ് തന്നെ പലതവണ അവരെ വാൺ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. കൃത്യമായി അകലം പാലിച്ച് നിൽക്കുക, പേഴ്സണൽ സ്പേസ് ചെയ്ത് നിൽക്കുക. പക്ഷേ അതൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഈവൻ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ പോലും ബിഗ് ബോസ് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ വഴക്കിടാതിരിക്കുക, നിങ്ങളെല്ലാവരും. പലപ്പോഴും ഞങ്ങളെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ലിവിങ് ഏരിയയിലെ സോഫയിൽ ഞങ്ങളെ മണിക്കൂറുകളോളം ഇരുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് ശാന്തരാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഡിവിജ്വലുകളുടെ താല്പര്യമാണ്, അവർ കണ്ടിന്യൂ ചെയ്യണോ, വഴക്ക് ഇടണോ, അത് അവിടെ ഇരിക്കണോ എന്നൊക്കെ ഉള്ളത്. അതിലേക്ക് പിന്നെ കാര്യമായിട്ടുള്ള ഇടപെടൽ വന്നിട്ടില്ല. ഇനി എനിക്ക് അറിയണം എന്തൊക്കെയാണോ എന്നൊന്ന് പറഞ്ഞു തരുമോ? അതെ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കും. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് അവസാനിപ്പിക്കാൻ എന്താ? തീർച്ചയായിട്ടും എൻ്റെ ഒരു കവിത ചൊല്ലി അവസാനിപ്പിക്കാം. എനിക്കൊരു സബ്ജക്റ്റ് തന്നെ, ഞാനൊരു കവിത പറയാം. പ്രണയത്തിലെ ആത്മാർത്ഥത. ശരി, തുടങ്ങട്ടെ.
ഒരു മഞ്ഞു തുള്ളി പോൽ പ്രണയമെന്നോതി നീ, ഒരു മഞ്ഞുമലയെന്നു പ്രണയമെന്നോതി ഞാൻ. പ്രണയം വഴിമാറും നേരം, പ്രണയമെന്തെന്നറിയുന്ന നേരം, കാലത്തിനപ്പുറം ഇപ്പുറം നിന്നീ പ്രണയം, അത് സത്യമോ മിഥ്യയോ എന്നറിയുന്നതീ നേരം. സത്യമെങ്കിൽ അത് മഞ്ഞു തുള്ളി, മിഥ്യയെങ്കിൽ അത് മഞ്ഞുമല. നേരിന്നിരുപുറം കാണാതലയുന്ന മർത്യനും അതറിയില്ല. എന്തീ പ്രണയം, ചെന്തീ പ്രണയം, തീപ്രണയം വെറും തീയല്ല ഈ പ്രണയം. ഒരു മിന്നാമിനുങ്ങായി പൊലിയുവാൻ വെമ്പി അരികത്തയണയുമ്പോൾ ആളുന്നതീ പ്രണയം. ഒരു തിരിനാളമായി വറ്റാത്ത ഉറവയായി മനസ്സിലെന്നോ വറ്റി വരണ്ടു പോകും ഈ പ്രണയം. ആ ഉറവയ്ക്കായി കാത്തിരിക്കുന്ന മർത്യനുമേൽ പതിക്കുന്നു പ്രണയത്തിലെന്താത്മാർത്ഥത, ആത്മാർത്ഥതയിലെന്തു പ്രണയം. പൊളി. നിങ്ങൾ കലാകാരിയാണ്. അതെ, സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് അതല്ലേ പറ്റുള്ളൂ. പിന്നെ സമ്മതിച്ചു. പൊളി കേട്ടോ. താങ്ക് യു. നല്ല പെർഫോമൻസ്. താങ്ക് യു. അപ്പോൾ വിവാദങ്ങളിൽ പെടൂ. അയ്യോ, അങ്ങനെ ശാപിക്കരുത്. ഞാൻ മാക്സിമം വിവാദങ്ങൾ നല്ലതാണ്. പെട്ടില്ല, പുറത്തെങ്കിലും പെടൂ. അതെ, അകത്ത് തീരെ പെട്ടില്ല. തിരിച്ചു വന്നപ്പോൾ എങ്ങനെ പെട്ടു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി വേറൊരു സ്ട്രാറ്റജി വേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കി എടുക്കാം. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഹാപ്പിയായി തുടരും. അതെ, തീർച്ചയായിട്ടും. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദി. തിരിച്ചും താങ്ക് യു സോ മച്ച്. ഞാൻ നല്ലൊരു ആരാധികയാണ്. ഇന്റർവ്യൂ അങ്ങനെ നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. നല്ല ക്വസ്റ്റ്യൻസ് കുറേ സമയം പങ്കുവയ്ക്കാൻ പറ്റിയതിൽ താങ്ക് യു.